നമസ്കാരം. കുവൈറ്റിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം കേരളത്തെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരണസംഖ്യ വീണ്ടും ഉയരാനാണ് സാധ്യത. സംഭവത്തിൽ മരിച്ചവരിലേറെയും മലയാളികളാണ് എന്നതാണ് നടുക്കുന്ന വിവരം. ഇതിനോടകം 24 മലയാളികൾ മരിച്ചതായി നോർക്ക റൂട്ട് CEO മാധ്യമങ്ങളോട് പറഞ്ഞു. ചികിത്സയിൽ കഴിയുന്നവരിലും ഭൂരിപക്ഷവും മലയാളികളാണ്. ഇവരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമായ വിവരമെന്നും നോർക്ക വ്യക്തമാക്കി. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുമെന്ന് നോർക്ക CEO പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ കേരളവും അതീവ ശ്രദ്ധ ചെലുത്തണമെന്നതാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരക്കുടി പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കുവൈറ്റിലെ അഗ്നിബാധ ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളിടത്തൊക്കെയുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്ന അഗ്നിബാധ. ഇന്ന് കുവൈറ്റിൽ നിന്നും വരുന്നത് അത്തരം വലിയൊരു അപകടത്തിൻ്റെ വാർത്തയാണ്. കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടമല്ല. താഴത്തെ നിലയിൽ നിന്ന് തീപിടിച്ചതിനാലും അതിരാവിലെ ആയതിനാൽ ആളുകൾ തീ പടർന്നതിന് ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടും ആയിരിക്കണം മരണസംഖ്യ കൂടിയത്. കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എപ്പോഴും പറയുന്നതാണ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിലുമുണ്ടാകും. പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുക. ഫയർ ഡ്രില്ലുകൾ കാര്യമായി എടുക്കുക. സുരക്ഷിതമായിരിക്കുക. മുരളി തുമ്മാരക്കുടി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിനിടെ കുവൈറ്റിൽ കാണാതായ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബിനോയ് തോമസ് മരിച്ചതായി വീട്ടുകാർക്ക് വിവരം ലഭിച്ചു. മൃതദേഹം തിരിച്ചറിഞ്ഞതായി കുവൈറ്റിലുള്ള ബെൻ എന്ന സുഹൃത്ത് നാട്ടിൽ അറിയുകയായിരുന്നു. ബിനോയുടെ ചർച്ചിലെ പാസ്റ്ററായ കുര്യാക്കോസ് ചക്രമാക്കലിനെയാണ് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് അറിയിച്ചത്. മരിച്ച മലയാളികളിൽ 16 പേരെയും തിരിച്ചറിഞ്ഞു. അതേസമയം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈത്തിലേക്ക് പോകും. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. പരിക്കേറ്റവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപയും ധനസഹായം നൽകാനാണ് തീരുമാനം. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കൽ, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനും കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമായിട്ടാണ് ആരോഗ്യമന്ത്രി അയക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ മന്ത്രി സന്ദർശിക്കും. മന്ത്രി ഇന്ന് തന്നെ യാത്ര തിരിക്കും. വലിയ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുക, കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുക, കുടുംബങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ കൈമാറുക എന്നീ ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത്. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും ഏകോപിപ്പിക്കും. 50-ലേറെ പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരയ്ക്കൽ നൂഹ്, മലപ്പുറം പുലാമന്തോൾ തിരുത്തു സ്വദേശി MB ബാഹുലേയൻ, ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് എന്നിവരുടെ മരണമായിരുന്നു ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചത്. മൃതദേഹങ്ങൾ ഒന്നിച്ച് നാട്ടിലെത്തിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് നോർക്ക സെക്രട്ടറി K വാസുകി പറഞ്ഞു. ഇതിനായി പ്രത്യേക വിമാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ ഒന്നിച്ചെത്തിക്കുമെന്നും അവർ പറഞ്ഞു. പരിക്കേറ്റവർക്ക് അവിടെ തന്നെ ചികിത്സ നൽകും. 15-ന് ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ ഇന്ന് വൈകിട്ടോടെ ചാർട്ടേഡ് വിമാനത്തിൽ മൃതദേഹങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു. മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അവിടെ എത്തിയ ശേഷം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ മന്ത്രി സന്ദർശിക്കും. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തും. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ എഹയുമായി സംസാരിച്ചെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു.